എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലം ആശ്രാമം ലിങ്ക് റോഡിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ലെങ്കിലും ഭാഗികമായി വാഹന ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച് ആശ്രാമം ഗ്രൗണ്ട് വരെ ഒരു 4 വരി പാതയായാണ് ഇത് നിർമ്മിക്കുന്നത്. അഷ്ടമുടിക്കായലിൻ്റെ ഓരത്ത് കിടക്കുന്ന ഭാഗമായതിനാൽ തന്നെ ചതുപ്പ് പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്ന നൂതന ടെക്നോളജിയായ ജിയോ ടെക്സ്റ്റൈൽ ജിയോ സെൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. ഏകദേശം 500 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ടെക്നോളജി ഉപയോഗിക്കുന്നത്. ഈ ജിയോ ടെക്സ്റ്റൈൽ ഒരു വൈറ്റ് കളറിലുള്ള ഷീറ്റാണ്. അത് വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ജിയോ ടെക്സ്റ്റൈൽ ഷീറ്റിന് മുകളിലായിട്ട് ഒരു 3 ഡയമെൻഷണൽ സെല്ലുലാർ സ്ട്രക്ചറായിട്ടുള്ള ഒരു ജിയോ സെല്ല് വിരിക്കുന്നു. അതിനുശേഷം ഈ സെല്ലിനുള്ളിലേക്ക് GSP നിറയ്ക്കുന്നു. അതിനു മുകളിലായി BMBC നിലവാരത്തിലുള്ള ടാറിംഗ് വർക്കാണ് ചെയ്യുന്നത്. അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞുള്ള മറ്റ് ഭാഗങ്ങളിൽ BMBC നിലവാരത്തിലുമാണ് ചെയ്യുന്നത്. യൂട്ടിലിറ്റി ഡക്റ്റിൻ്റെയും ഡ്രൈനേജിൻ്റെയും ഫുട്പാത്തിൻ്റെയും വർക്കുകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മാർച്ച് അവസാനത്തോടുകൂടി വർക്ക് കംപ്ലീറ്റ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ റോഡ് യാഥാർത്ഥ്യമാവുന്നതോടുകൂടി ഇൻ്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയത്തിലേക്കും ഇറിഗേഷൻ ഓഫീസിലേക്കും ആശ്രാമം ഗ്രൗണ്ടിലേക്കുമൊക്കെ കൊല്ലം നഗരം ചുറ്റാതെ തന്നെ നമുക്ക് എത്തിപ്പെടാം. ആശ്രാമം അഡ്വഞ്ചർ പാർക്കിൽ നിന്നും കേരള ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ ഹൗസ് ബോട്ടും ലക്ഷറി ബോട്ടും സ്പീഡ് ബോട്ടും ഒക്കെ ഉണ്ട്. കൂടാതെ പ്രൈവറ്റ് പാർട്ടീസും ഇവിടെ നിന്ന് ബോട്ട് സർവീസ് ചെയ്യുന്നുണ്ട്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ കീഴിൽ കൊല്ലത്ത് നിന്നും ആലപ്പുഴയിലേക്കും കൂടാതെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളായ മൺട്രോ ഐലൻഡ്, സാമ്പ്രാണിക്കൊടി എന്നിവിടങ്ങളിലേക്കും സർവീസുണ്ട്. കൊല്ലം കോട്ടപ്പുറം നാഷണൽ വാട്ടർ ഹൈവേ 3 ആരംഭിക്കുന്നത് KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശത്ത് നിന്നാണ്. അതുകൊണ്ട് തന്നെ കൊല്ലം ജംഗ്ഷനിലെ കനത്ത ഗതാഗതത്തെ നിയന്ത്രിച്ചുകൊണ്ടുള്ള ഈ മിനി ബൈപ്പാസ് ഭാവിയിൽ വിനോദസഞ്ചാരത്തിനും ഒരു മുതൽക്കൂട്ടായേക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.